ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് എയർ മോട്ടേഴ്സിൽ എത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. സോ ഒരുപാട് വർക്ക്ഷോപ്പിൽ പോയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത വണ്ടിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇത് വയറിങ്ങിന്റെ ചെറിയ ഇഷ്യൂ ഉണ്ട്. സോ വണ്ടി ഗ്ലാമർ ആണ്. സോ പുള്ളി ഓൾറെഡി എല്ലാ പാർട്സും അഴിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ചെയ്തേക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളെ വണ്ടി കംപ്ലൈൻറ്റ്സ് റീസ്റ്റോർക്ക് ചെയ്യാനുണ്ടെങ്കിൽ വരേണ്ട സ്ഥലം അറിയില്ല, എയർ മോട്ടേഴ്സ് മരട്. സോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരുകൾ ഇവിടെ വരുന്നുണ്ട്. സോ വളരെ സന്തോഷമുണ്ട്. നമുക്ക് എന്തായാലും പുള്ളിയോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അതിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. എല്ലാ പാർട്സും അഴിച്ചിട്ടുണ്ട്. ഇത് നേരത്തെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ടേ വണ്ടി ശരിയാക്കാതെ വന്ന വണ്ടിയാണ്. അത് ഈ വഴി പിന്നെയും വഴി കിടന്നു. അവർ കാർബറേറ്ററൊക്കെ മാറ്റി കൊടുത്ത് ഇലക്ട്രിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ റെഡിയാക്കി. അത് കണ്ടുപിടിക്കാൻ കുറച്ച് പണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. അതിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കണേ. വണ്ടി ഇനി സ്റ്റാർട്ട് ചെയ്തൊക്കെ നോക്കണം. ഇപ്പോൾ റെഡിയായെന്നാണ് എല്ലാം. ആ തീരാറായി. വയറിങ് പ്രശ്നമാണ്. അതിന് നേരത്തെ ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയപ്പോൾ വരുന്നത് അവർ കാർബറേറ്ററൊക്കെ മാറി കൊടുത്തതാണ്. ആ കറക്റ്റ് കംപ്ലൈൻറ്റ് നോക്കിയില്ലാന്ന് തോന്നുന്നു. അതാണ് എറണാകുളം വണ്ടിയാണ്. ആ പഴക്കമുണ്ട്, നല്ല പഴക്കമുണ്ട്. പിന്നെ ഈ എല്ലാ സാധനങ്ങളെ കംപ്ലൈൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പൊസിഷനിലാണ് കൊണ്ടുവരുള്ളൂ ആൾക്കാർ. അതാണ് പ്രശ്നം. ആ വർക്ക് തീരാറായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇനി സി ഡി ഒക്കെ ഒന്ന് കൊടുത്തു നോക്കട്ടെ. കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇനി എല്ലാ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന്. പെട്രോളിലാണ്ട് വണ്ടി സ്റ്റാർട്ടാക്കണം. ടാങ്കൊന്നും കൊടുക്കാതെ നോക്കാം. ചാർജ് കയറാത്ത ഇഷ്യൂ ഒക്കെ ഉണ്ടായി. അത് റെഡിയായി. ആറാറ് ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. അത് മാറേണ്ടി വരും. വണ്ടി ഒന്നും ഇങ്ങനെ അധികം പണിയെടുക്കാത്ത വണ്ടിയായിരുന്നു. ആൾക്കാർ വർക്ക്ഷോപ്പിൽ അധികം കയറ്റാത്ത വണ്ടിയാണ്. ഇത് ഇങ്ങനെ വേറെ ഇവിടെ പണിതിട്ട് പോണ വഴി കിടന്നപ്പോൾ കയറ്റിയതാണ് ഈ വണ്ടി പണിയാൻ വേണ്ടി. ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എല്ലാം തുരുമ്പ് പിടിച്ചോണ്ടിരിക്കണം. അതാണ് പ്രശ്നം. ചില ആൾക്കാരുടെ വീടിൻ്റെ പരിസരത്തൊക്കെ വെള്ളക്കെട്ടൊക്കെ ചെയ്യും. ഈ ഉപ്പിൻ്റെ അംശമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വണ്ടി ഒന്ന് കഴുകിയൊക്കെ റെഡിയാക്കിയില്ലെങ്കിൽ വണ്ടി ആയ ചീത്തയിൽ പോകും. റിലേയും എല്ലാ സാധനം മാറുക. മൊത്തം ബോൾട്ടുകൾ എല്ലാം ഒടിഞ്ഞിരിക്കണേ വണ്ടികൾ. ഒടിയാറായിട്ട് സാധനങ്ങളൊന്നും ചില കസ്റ്റമർ ഇങ്ങനെ സൂക്ഷിക്കൂല വണ്ടികൾ.
എല്ലാ ഭാഗങ്ങളും ഈ വണ്ടിയുടെ ഇത്തിരി കംപ്ലൈൻറ്റ് ചീത്തയാണ്. 8 ബോൾട്ടുകളൊക്കെ, അതാണ് പ്രശ്നം. ഇതൊക്കെ ഗ്ലാമറിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് ഈ ബാക്കിലെ ടൈൽ പീസ് മൊത്തം പൊട്ടിപ്പോകും. ചെറുതായിട്ട് ആണെങ്കിൽ ഇത് എന്തെങ്കിലും ടച്ച് ചെയ്ത് അപ്പം പൊട്ടും. എല്ലാ വണ്ടിയിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. സീറ്റും കൂടെ ഇട്ട പരിപാടി. ഇലക്ട്രിസിറ്റിക്കാർ നമ്മുടെ ഉപകരണങ്ങളൊക്കെ നശിപ്പിച്ച് കളയുന്നു. വണ്ടിയുടെ ഉപകരണങ്ങളും TV, ഫ്രിഡ്ജ് എല്ലാം പോകും. അമാതിരി ഫുൾ ടൈം കറണ്ട് കളയിലാണ്. 10 മിനിറ്റ് കൂടുമ്പോൾ 10 മിനിറ്റ് കൂടുമ്പോൾ കറണ്ട് പോയിട്ട് വരും. മരട് ഏരിയയിലെ പ്രശ്നം അതാണ്. നിങ്ങൾക്ക് വേറെ സംഭവം കാണിച്ചു തരാം. ഒരു സമയം തന്നെ 2-3 വണ്ടിയൊക്കെയാണ് റിപ്പയർ ചെയ്യുന്നത്. അത് ഫ്രണ്ടിൽ യൂണിക്കോൺ ഓയിൽ മാറാൻ വേണ്ടി കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു സമയത്താണ് ഇത്രയും വലിയൊരു വർക്ക്ഷോപ്പ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും വലിയ വർക്ക്ഷോപ്പ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ് എയർ മോട്ടോർ. നമുക്ക് വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരാം. അത്ര രീതിക്കാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത്രയും വണ്ടികളെ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. നമുക്ക് എന്തായാലും ഈ ഗ്ലാമർ ഇപ്പോൾ ഇറക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ നോക്കാം അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്. യൂണിക്കോണിൻ്റെ ഓയിൽ മാറാൻ പോണേ. ഓയിൽ കുറവായിരുന്നു വണ്ടിയിൽ. മിക്കവരും ഓയിൽ നോക്കില്ല, അതാണ് പ്രശ്നം. ഓയിൽ ഇല്ലാണ്ട് വരുമ്പോഴാണ് കൊണ്ടുവരുള്ളൂ. അപ്പോൾ വഴിക്കും വണ്ടിയുടെ ഒരുവിധപ്പെട്ട ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് റെഡിയായി ചീത്തയായിട്ടുണ്ടാവും. ഇഷ്ടമുള്ള സമയത്ത് ഓയിൽ മാറിയിട്ട് കാര്യമില്ല. 1 കിലോമീറ്റർ ഉണ്ട്, അതിൽ ഒരു മാസം നമുക്ക് നോക്കിയിട്ട് മാറ്റണം. ഇത് രണ്ടും ചെയ്യില്ല ആൾക്കാർ. അതാണ് വണ്ടി മിക്കതും ചീത്തയായി പോണത്. ഇതൊക്കെ ഇന്ന് ഓടിച്ചു നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വിവരം ക്ലിയറായിട്ട് അറിയാം. ഓടിച്ചു നോക്കിയിട്ട് വരാം. ടെസ്റ്റ് ചെയ്യും. ബ്രേക്കും ഇല്ല, വർക്കിംഗ് ഇപ്പോൾ എല്ലാം ഓക്കെ. ഇപ്പോൾ സ്മൂത്തായിട്ടുണ്ട് വണ്ടി, എല്ലാം റെഡിയാണ്.
സൈഡ് സ്റ്റാൻഡൊക്കെ ശരിയല്ല. എൻ്റെ സ്റ്റാൻഡിൽ അത്ര വണ്ടി ഇനിയിപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല നിലവിലിപ്പോൾ. പിന്നെയുള്ള ഈ ബാക്കിയുള്ള ബോഡിയുടെ വർക്കൊക്കെ അത് വേറെ ചെയ്യാനുണ്ട്. അത് പിന്നെ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും.